ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികളുടെ ഫേവറേറ്റ് ഡിഷായ ഡൈനാമൈറ്റ് മോമോസാണ്. അതിനു വേണ്ടി നമുക്ക് 2 കപ്പ് മൈദ മാവ് എടുക്കാം ഒരു ബൗളിൽ. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കും പോലെ നന്നായി കുഴച്ചെടുത്ത് സോഫ്റ്റ് രൂപമാകുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് സോഫ്റ്റ് ആകും വരെ കുഴച്ച് നമുക്ക് 2 മണിക്കൂറിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് 2 വലിയ കഷ്ണം ചിക്കൻ എടുത്ത് ഫില്ലിങ്ങിന് വേണ്ടി ചിക്കൻ വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചെടുക്കാം. നമുക്ക് 2 മണിക്കൂറിന് ശേഷം കുഴച്ച് വെച്ച മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ച് ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം. അതൊരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അടുപ്പ് വെച്ച് നമുക്ക് നന്നായി മുറിച്ചെടുക്കാം. അതുപോലെ ബാക്കിയുള്ള മാവും നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ആ സമയം നമുക്ക് ഷ്രെഡ് ചെയ്ത ചിക്കൻ ഫില്ലിങ്ങിന് വേണ്ടി തയ്യാറാക്കാം. അതിനു വേണ്ടി 1/4 കപ്പ് സവാള, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഷ്രെഡ് ചെയ്ത ചിക്കൻ. ഒരു ബൗളെടുത്ത് ഷ്രെഡ് ചെയ്ത ചിക്കൻ ഇടാം. സവാള, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, ഉപ്പ് എന്നിവ ഇട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഫില്ലിങ്ങിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത മാവിലേക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മോമോസിൻ്റെ ഷേപ്പിൽ അത് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് മോമോസ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്കി വരുന്ന മാവ് നമുക്ക് മോമോസ് രൂപത്തിൽ തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മോമോസിന് വേണ്ടി ഡൈനാമൈറ്റ് സോസ് തയ്യാറാക്കാം. ഒരു ബൗളിൽ ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മയോണീസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് റെഡ് ചില്ലി സോസും ഒഴിക്കുക. അതിനുശേഷം ഒറിഗാനോ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഡൈനാമൈറ്റ് സോസ് രൂപത്തിൽ നന്നായി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനിയാണ് ഗൈസ് മോമോസിൻ്റെ അവസാന ഘട്ടം. മോമോസിനെ നമുക്ക് ഒന്നൊന്നായി എണ്ണയിൽ പൊരിച്ചെടുക്കാം. നന്നായി വേവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മോമോസ് നമുക്ക് വറുത്ത് കോരി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് വറുത്ത് കോരി എടുക്കേണ്ടത്. നമ്മുടെ ഡൈനാമൈറ്റ് മോമോസ് റെഡി. ഇനി കടയിൽ പോയി വാങ്ങേണ്ടതില്ല, കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.